ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അവരുടെ സംഭവിച്ചതിനെ കുറിച്ച് എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ കാരണം നിനക്ക് എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ അബിയുടെ കാല് പിടിച്ച് മാപ്പ് പറയേണ്ടി വന്നില്ലേ? ഒരാളുടെ മുന്നിൽ നീ തോറ്റു കൊടുക്കാറില്ല. എനിക്ക് വേണ്ടിയല്ലേ നിനക്കത് ചെയ്യേണ്ടി വന്നത്? ആ ഒരു നിമിഷം മരിച്ചു പോയാൽ മതി എന്ന് ഞാൻ ചിന്തിച്ചു. വക്കീൽ എന്താ ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കുന്നെ? ഞാൻ എന്റെ വാശി മാറ്റിവെച്ച് അവന്റെ കാല് പിടിച്ചു, ശരിയാ. അതിനിപ്പോ എന്താ? ആ കേസ് ചാർജ് ചെയ്തിരുന്നെങ്കിൽ ജഡ്ജ് ആകണമെന്ന് വക്കീലിന്റെ സ്വപ്നം നടക്കോ? ഇല്ല, വക്കീലിന്റെ സ്വപ്നം എന്റെ സ്വപ്നോ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. അവനോടൊരു മാപ്പ് പറയേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന് കരുതിയ ഞാനത് ചെയ്തത്. എനിക്കെന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയില്ലേ, അത് മതി. എടോ, ഇതോടെ എല്ലാ പ്രശ്നങ്ങളും കഴിയുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ആ അബിക്ക് നമ്മളോട് തീരാത്ത പകയുണ്ട്. അവനിതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല. ഇനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടാവും വരും. അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല. നമ്മൾ അതെല്ലാം ഒരുമിച്ച് നേരിടും. അഭിവക്കീലിനെ ഭീഷണിപ്പെടുത്തിയപ്പോ തന്നെ എന്നോട് പറയാമായിരുന്നില്ലേ? എല്ലാം ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ടുനടന്നുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചത്. എന്നോട് തുടക്കത്തിൽ അവനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാവില്ലായിരുന്നു. നിന്റെ പരീക്ഷ എടുത്തില്ലേ? നിനക്ക് വെറുതെ ടെൻഷൻ തരണ്ടെന്ന് കരുതി. എന്നിട്ട് ഇപ്പൊ ഞാൻ ടെൻഷനൊന്നും അനുഭവിച്ചില്ലേ? സ്റ്റേഷനിലെ സെല്ലിനകത്ത് വക്കീലിനെ കണ്ടപ്പോ എനിക്കുണ്ടായ വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വക്കീല് ജയിലിലേക്ക് പോകുന്നവരെ പേടിക്കേണ്ട അവസ്ഥയുണ്ടായി. വക്കീലെ, നമ്മളിപ്പോ വെറും കൂട്ടുകാരല്ല. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കുവെക്കണം. വക്കീലിന്റെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാലേ എനിക്ക് കൂടെ നിൽക്കാൻ കഴിയൂ. അബിയുടെ പേര് പറയുമ്പോഴേ നിനക്ക് പേടിയായിരുന്നല്ലോ. അതൊക്കെ കല്യാണത്തിന് മുൻപത്തെ കാര്യങ്ങളല്ലേ. ഇപ്പൊ എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കാൻ ഒരു ഭർത്താവില്ലേ? അതിന്റെ ധൈര്യം എനിക്ക് എന്നും ഉണ്ടാവും. അതുപോലെ തന്നെ എന്താവശ്യത്തിനും കൂടെ നിൽക്കാൻ ഞാനുണ്ടാവുമെന്ന് വക്കീലിനും ഒരു ഉറപ്പുണ്ടാവണം. നമ്മൾ ഒരുമിച്ച് നിന്നാ ആരെയും നേരിടാൻ എനിക്കൊരു പേടിയുമില്ല. കഴിക്കുമോ? മുകുന്ദന്റെ കാര്യം ആലോചിക്കുമ്പോ ഇപ്പോഴും വിഷമം തോന്നുന്നുണ്ട്. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത പയ്യനാ. അവനെയാ അഭി സ്റ്റേഷനിൽ കയറ്റിയത്. എല്ലാവരെയും കാണിക്കാൻ മുകുന്ദൻ ചിരിച്ചു നടക്കുന്നതേ ഉള്ളൂ. ഉള്ളിൽ അവൻ ആകെ തകർന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തൊക്കെയാണെങ്കിലും മുകുന്ദന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയല്ലോ, അത് തന്നെ സമാധാനം. അത് മഹിമ കാരണോ? അവളെപ്പോലെ ആത്മാഭിമാനമുള്ളൊരു കുട്ടി ഒരിക്കലും അഭിയുടെ കാല് പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതിനർത്ഥം മറ്റെന്തിനേക്കാളും അവൾക്ക് വലുത് മുകുന്ദനാണെന്ന്. മുകുന്ദൻ അങ്ങനൊരു ഭാര്യയെ കിട്ടിയത് അവന്റെ ഭാഗ്യ.
അവൾക്കൊന്നും ഒരു ബോധവും ഇല്ലേ? ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് അവള് തന്നെയല്ലേ? അഭിയോട് മുകുന്ദന് എന്തെങ്കിലും ശത്രുത ഉണ്ടായിരുന്നോ? അവര് തമ്മിലുള്ള പ്രശ്നത്തിൽ തലയിട്ടതുകൊണ്ടാ മുകുന്ദന് ഈ ഗതി വന്നത്. എന്തായാലും മഹിമയുടെ ഐശ്വര്യം കൊള്ളാം. വീട്ടിലേക്ക് കാല് വെച്ചതും മുകുന്ദൻ സെല്ലി കയറി. അപ്പൊ നിന്റെ ഭാര്യയുടെ ഐശ്വര്യോ? ഇവളെ കിട്ടിയതും നീ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തായില്ലേ? അവര് രണ്ടുപേരും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരാ. നിങ്ങളെപ്പോലെ ഒന്നിനും കൊള്ളാത്തവരല്ല. അവരെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല. മിണ്ടാതെ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പൊക്കണം. ഇല്ലെങ്കിലേ എന്റെ തനി സ്വഭാവം പുറത്തു വരും. അതെ, ഇവരുടെ കാര്യം നീ വിട്. മുകുന്ദന് ഇനി ആ അഭിയെ കൊണ്ട് എന്തെങ്കിലും ശല്യം ഉണ്ടാവോ? അവൻ അടങ്ങിയിരിക്കുന്ന ഒരുത്തനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ വീണ്ടും അവരെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും ചെയ്യുമെന്ന എന്റെ പേടി. അവൻ അങ്ങനെ വല്ലതും ചെയ്ത പിന്നെ അവൻ നേരെ നടക്കില്ല. ഗിരിയേട്ടൻ ഇനി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോണ്ട. അഭി നമ്മുടെ എല്ലാ നീക്കങ്ങളും മുൻകൂട്ടി കാണുന്നുണ്ട്. അവൻ അതിനനുസരിച്ചാ എല്ലാം പ്ലാൻ ചെയ്യുന്നത്. മുകുന്ദനെ അങ്ങനെ അവൻ കുടുക്കിയത്. തൽക്കാലം നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുന്നതാ നല്ലത്. മഞ്ജു പറയുന്നതിലും കാര്യമുണ്ട് മോനെ. നീ ഇപ്പൊ ഒരു അച്ഛനാവാൻ പോവാ. കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. മോൾക്ക് അവനെതിരെ നിയമപരമായി എന്തെങ്കിലും ചെയ്തുകൂടെ? എന്തെങ്കിലും ഒരു തെറ്റ് അവന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചാ അവനെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു അബദ്ധം അവൻ കാണിക്കില്ല. ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ തന്നെ അവൻ അതിനൊരു തെളിവും ബാക്കി വെക്കില്ല. ഇനി അവന്റെ ശല്യം ഒഴിയണമെങ്കിൽ ഈശ്വരൻ തന്നെ കനിയണമല്ലോ. മോനെ, നീയും കൂടി ചെല്ല്. ബേബി, നിനക്കിതുപോലെ ഛർദിയും തലവേദനയൊന്നും ഉണ്ടാവാറില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടായിരിക്കും അവൾക്ക് ഛർദിക്കാൻ വന്നത്. വേണ്ടായിരുന്നു.